മധുര മുഴുവനും ശിവനെതിരാകുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എന്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് നീ ശിവനെതിരായിട്ട് തിരിഞ്ഞു. ശിവനെ തകർക്കുവാൻ വേണ്ടി ഞാൻ ഫാർമ കമ്പനിയെ ചട്ടം കെട്ടി. എന്നാൽ ഞാൻ എന്തു ചെയ്താലും എല്ലാത്തിനും തടസ്സമായി വന്നു. ശിവന്റെ മുമ്പിൽ ഒരു നന്ദിയെ പോലെ. അതുകൊണ്ടാ നിന്നെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചത്. ഏയ്, എന്താടാ, നിനക്കൊരിക്കലും മരണമില്ലേ? വിടില്ലട ഞാൻ. വെറുതെയല്ല, 20 വർഷത്തെ കാത്തിരിപ്പ്, പക, പ്രതികാരം തീയിൽ കുരുത്തു വന്നവനാണ് ഞാൻ. ബോഡി സ്ട്രോങ് തന്നെയാ, പക്ഷെ ഈ തല വീക്കാ. എടാ മന്ത്രി, എന്റെ അച്ഛനെ നിനക്ക് തൊടാൻ കഴിയില്ലടാ. കാരണം എന്റെ അച്ഛന്റെ ജീവൻ തന്നെ ഇവിടെയാടാ. അപ്പൊ നീയും ജീവനോടിരിക്കില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ശിവൻ അവന്റെ ശക്തി ഇല്ലാതാക്കും. അച്ഛനെന്ന് പറയുന്നുണ്ടല്ലോ, ആ അച്ഛന്റെ കൈകൊണ്ട് തന്നെ നീ ചാവും. ശിവൻ നിന്നെയും വളർത്തി, എന്നെയും വളർത്തി. നീ അവനെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവനെ ഇല്ലാതാക്കാൻ വിചാരിക്കുന്നു. ശിവൻ ഇപ്പൊ ആരെ വിശ്വാസവും നമുക്ക് നോക്കാം. നമുക്ക് നോക്കടാ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ അച്ഛൻ നിന്നെ കൊല്ലൂടാ. അത് ഞാൻ ചെയ്യിപ്പിക്കും. എന്റെ അച്ഛൻ എന്നെ നീ ഒളിച്ചിരുന്ന് അമ്പ ചെയ്തിട്ട് നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നീയാണിതിന് കാരണമെന്ന് അറിഞ്ഞപ്പോ നിന്നെ ഞാൻ വെറുതെ വിടുവോ? വെല്ലുവിളി, ഈ ശക്തിയുടെ അടുത്ത് നിന്റെ വെല്ലുവിളി. കളിയിൽ ജയിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടായിരിക്കാം, കളിക്കാൻ വിട്ടിട്ട് ജയിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? ബാലിയോട് യുദ്ധം ചെയ്താൽ പകുതി ബലം പോകും. ഈ ശക്തിയോട് യുദ്ധം ചെയ്താൽ മുഴുവൻ ബലവും നഷ്ടമാകും. കളിക്കടാ, കളിച്ചു നോക്ക്. നീ പറഞ്ഞ ഒരേ ഒരു ദിവസമായിരിക്കും നിനക്കും. മുഴങ്ങിയടാ മരണമണി. ആ ചേട്ടാ, ഇനി ശക്തി അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കളയും. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാവും? ചെറിയ കുട്ടിയല്ലേ. ഈ ശിവനാരാണെന്ന് ഈ മധുര അറിയണം. വാട്ട്സ് ഗോയിങ് ഓൺ ശക്തി? പോലീസിന്റെ ദേഹത്ത് കൈവച്ച കണ്ടില്ലേ? ഒന്നുകിൽ നീ തീർക്കണം, അല്ലെങ്കിൽ ഞാൻ തീർക്കാം. ഞാൻ നോക്കിക്കോളാം സാർ. ചേട്ടാ, അക്രമം ഉണ്ടാക്കിയതിന്റെ പേരിൽ ശക്തി മോനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. ഏയ്, വേഗം പോടാ. അമ്മേ, വിശക്കുന്നമ്മ, ഒന്ന് വേഗം കൊണ്ടുവാ. വാ പോകാം. എവിടേക്ക്? എന്താ മോനെ? വരാനാ പറഞ്ഞത്. പോലീസുകാരൻ എന്താ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുവാണോ? മോനെ ശക്തി, അതേടാ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാടാ ഞാൻ. നിന്റെ അനിയനാടാ. അവൻ കഴിക്കാനെങ്കിൽ ഇരുന്നതേ ഉള്ളൂ. വേണ്ടമ്മേ. നിൽക്ക്. എന്റെ മനസ്സിൽ നിനക്ക് മകനെന്നുള്ള സ്ഥാനം ഇപ്പോഴും ഉള്ളതുകൊണ്ട് മാത്രമാ നീ ജീവനോടെ ഇരിക്കുന്നത്. നീ പടി ഇറങ്ങിപ്പോയാൽ എല്ലാം അവസാനിക്കും. ആലോചിച്ച് തീരുമാനമെടുക്ക. വിഘ്നേഷ്, ഞാൻ പറയുന്ന കേൾക്കണം. ആ മിനിസ്റ്റർ എല്ലാം എനിക്കറിയാം, കൂടുതലൊന്നും പറയണ്ട. എന്തിനാ ശക്തി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അനിയനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാനും മാത്രം ഇത്ര ദേഷ്യം എന്തിനാ? അവൻ ജീവനോട് ഇരിക്കണ്ടേ? എന്നുവെച്ചാൽ നിന്നോടല്ലേ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്?
പിന്നെ അവൻ എങ്ങനെയാടാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. വാറന്റ് എന്റെ കയ്യിലാ. നിന്റെ കയ്യിൽ വാറണ്ടുണ്ട്, അവന്റെ തലയിലെ ബുദ്ധിയുണ്ട്. ഒന്നും സാരല്ല, ഞാൻ പൊക്കി ഞാൻ തന്നെ അവനെ തീർത്താ സംശയം തോന്നും. എന്നാ അവൻ പൊക്കി ഞാൻ കൊന്ന. അതുകൊണ്ട് തന്നെയാ അവനെ ഇവിടെ കൊണ്ടുവന്നത്. അത് പറഞ്ഞു മനസ്സിലാക്കിയല്ലേ വേണ്ട ശക്തി. ഒരു കാര്യവും വിശ്വസിക്കാത്തവനോട് എന്താ പറയുന്നത്? ദേഷ്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം. അവന് വിശപ്പുണ്ടാകും, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഒരു കാര്യം, എന്റെ അനിയൻ ഇവിടുള്ള വിവരം ഒരു കുഞ്ഞു പോലും അറിയരുത്. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, എന്റെ മകൻ എന്റെ വീട്ടിലെത്തണം. ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ശക്തി, നിന്റെ അനുജനെ രക്ഷിക്കാൻ നോക്കിയാ ഞാൻ ചുമ്മാ ഇരിക്കുന്നു വിചാരിച്ചോ? വില്ലൻ പറഞ്ഞ വാക്ക് മാത്രം പാലിക്കണമെന്നില്ലല്ലോ. ഞങ്ങൾ പറയാത്തതും ചിലതൊക്കെ ചെയ്യും. ഞങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവാ. നീ എന്നാ അതൊന്ന് കണ്ടുപിടിക്കും നോക്കട്ടെ. അവന്റെ അനിയനെ നമ്മൾ മാത്രം തേടിയതുകൊണ്ട് കാര്യമില്ല. അവന്റെ അച്ഛനും അവനെ തേടണം. Come on. എന്താണ് ഈ കാണിക്കുന്നത്? ശക്തി സാറിന്റെ അടുത്തല്ലേ? ചേട്ടാ എന്ത് പറ്റി? ഭദ്രേട്ടാ, വീരഭദ്ര, ആരാ ചെയ്ത്? ശക്തി എന്നെ തല്ലിയ എനിക്ക് സങ്കടമില്ല. ശിവൻ കൺസ്ട്രക്ഷൻ മേലെ കൈവച്ച ചേട്ടന്റെ മേലെ കൈവച്ച പോലെ അത് ചെയ്തു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശിവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലായിടത്തും ശക്തി എന്നാണ് ഇപ്പൊ പറയുന്നത്. ശിവൻ എന്ന പേരെ ഇല്ലാതായിരിക്കുകയാണ്. പോടാ, പോയി പിടിക്കടാ അവനെ. എന്താണ് നീ എല്ലാം കഴിഞ്ഞപ്പോ അവസാനം എത്തിയത്? ഓ നീ പോലീസാണല്ലോ. സോറി. ഇതെല്ലാം നീ ചെയ്തതാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ആളെ വിട്ടിട്ടുണ്ട്. അയാള് കൊല്ലൂടാ. പോടാ. തുടങ്ങാന്ന് പറഞ്ഞില്ലേ, അത് തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ ഒടുക്കത്തെ കളി. വിഘ്നേഷ്, നീ പോകരുത്. ശക്തി പറയുന്നത് നീ കേൾക്ക്. വിഘ്നേഷ്, നീ പോകരുത്. അവിടെ നിൽക്കാൻ പോകരുത്. എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി, അവൻ എവിടാന്ന് അറിയില്ല. ഹലോ ശക്തി, വിഘ്നേഷിനെ അടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയടാ. നീ എവിടെ, എങ്ങനെയാടാ പോയത്? ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാ, കേട്ടില്ല. പോയപ്പോ അവൻ എന്റെ സെൽഫോൺ എടുത്തോണ്ട് പോയടാ. നീ ഉടനെ അവനെ വിളിക്ക്. ഹലോ, ഞാൻ വിഘ്നേഷ സംസാരിക്കുന്നേ. ശക്തിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വരുവാ ഞാൻ. ചേട്ടാ, ഞാൻ വീട്ടിൽ കാണുന്ന വെച്ച് ശക്തി അവിടേക്ക് വരൂ. എന്നെ രക്ഷിക്കണം ചേട്ടാ. നന്നായി മോനെ. നീ എവിടെയാ? ഞാൻ അമ്പലനടക്കിൽ എത്തി ചേട്ടാ. അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. വേഗം വരണേ ചേട്ടാ. എന്താ ശക്തി, നിന്റെ അനിയൻ ഹീറോയെ വിട്ട് ഈ പാവം വില്ലനെ തന്നെ തേടി വന്നിരിക്കുന്നത്? ഞാൻ അവനെ കാത്തു രക്ഷിക്കണോന്ന്. അവൻ എന്നെ തേടി വന്നതല്ല, മരണം തേടി വന്നതാടാ. ശരി, നീ വേഗം വാ. കഴിയുമെങ്കിൽ രക്ഷിക്കടാ. വേണ്ട. എടുക്ക്. മോനെ
എന്താടാ ശക്തി? ഇനി പറ, ഞാൻ പറഞ്ഞ പോലെ നടക്കൂ? ശിവൻ ശക്തിയെ ഇല്ലാതാക്കൂടാ, പറയടാ. കൊല്ലി ചേട്ടാ, ചേട്ടന്റെ മോനെ കൊന്നത് ഇവനാ. എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അനീനാന്ന് പോലും വിചാരിക്കാതെ വെടിവെച്ച് കൊന്നു. കൊല്ലി ചേട്ടാ, ദ്രോഹി. ശക്തി, കൊല്ലടാ ഇവനെ. എന്റെ മകൻ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചേനെ. ഇവൻ എന്റെ മകനെ കൊന്നുവെന്ന് അതും നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടെന്നും പറഞ്ഞില്ലേ? അവിടെയാണ് നിനക്ക് തെറ്റിയത്. ജനിച്ചപ്പോഴേ പോകേണ്ട ജീവൻ പിടിച്ചു നിർത്തിയവനാടാ ഇവൻ. തീപ്പന്തം തലകീഴായി പിടിച്ചാലും തീ മേലേക്ക് ഉയരൂ. ഇവൻ എന്റെ ശക്തി. പിന്നെന്തിനാ ഞാൻ ഇവനെ അടിച്ചതെന്നോ? ഈ ശിവൻ തോറ്റതുകൊണ്ടാ. ഇവന്റെ മുമ്പിൽ ഒരിക്കലും തോക്കില്ല എന്ന വാശിയിൽ എനിക്ക് എന്റെ മകനെ നഷ്ടമായി. അറിയാമോ നിനക്ക്? അപ്പൊ നിങ്ങൾ ഡബിൾസ് കളിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും കൂടെ അടിച്ച് ഒരുത്തൻ ചാവുമ്പോ മറ്റവനെ ഞാൻ കൊല്ലാന്ന് തീരുമാനിച്ചപ്പോ ഇപ്പോ രണ്ടുപേരെയും എന്റെ കൈ കൊണ്ട് തീർക്കണമോ? ശക്തി, തീർത്തേക്കടാ. എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് എന്നെ കൊല്ലുമെന്ന് നീ പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ തീർക്കേണ്ടതാണ്. ഈ ഒരു വാക്കിന് വേണ്ടിയാടാ ഞാൻ കാത്തിരുന്നത്. ഞാനും അത് തന്നെയാണ് കാത്തിരുന്നത്. ഇത്രയും കാലം ഞാൻ കത്തിയെടുത്തത് തെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഈ ചെയ്തത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ, എന്റെ ശക്തിക്ക് വേണ്ടി.
സർ, എന്താ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്താ പറഞ്ഞേ? ഒന്ന് പോടോ. ശക്തി, ഞാനാ വരാൻ പറഞ്ഞത്. എന്തിനാച്ചാ? ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ അച്ഛൻ പൂർണ്ണമായും നല്ലവനാവില്ലേ? ഏയ്, ഇയാൾ വേണ്ട. എൻ്റെ മകൻ ശക്തി എന്നെ അറസ്റ്റ് ചെയ്യണം. അച്ഛാ, മറ്റുള്ളവരുടെ അടുത്താ തോക്കാൻ പാടില്ലാത്തത്. മകൻ്റെ അടുത്ത് തോൽക്കാൻ ഭാഗ്യം ചെയ്യണം. പോ, വേഗം ചെന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് വാ. ചെല്ലേ. അച്ഛനാണ് മക്കൾക്ക് വഴി കാട്ടേണ്ടത്. ഇവിടെ മകൻ അച്ഛന് വഴി കാട്ടുന്നു.